നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ആളുകൾക്കും മാർച്ച് മാസത്തെ ഗഡുവായ 1600 രൂപ അടുത്ത ബുധനാഴ്ച ലഭിക്കും. ആർക്കെല്ലാമാണ് ലഭിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആരെല്ലാമാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഈ സാമ്പത്തിക വർഷം ഈ മാസത്തോടുകൂടി അവസാനിക്കുകയാണ്. സാമ്പത്തിക അവസാനത്തിൽ നമുക്കറിയാം ഒരുപാട് ബില്ലുകൾ മാറാനും ഒരുപാട് ചെലവുകളും ഉള്ളതാണ് സർക്കാരിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം പെൻഷൻ ലഭിക്കില്ല എന്നാണ് ഇപ്പോൾ മുമ്പെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ 3-4 മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച എന്നോണം ഈ മാസവും പെൻഷൻ ലഭിക്കും. അടുത്ത ബുധനാഴ്ചയോട് കൂടി അവരുടെ അക്കൗണ്ടുകളിൽ പണം എത്തും. പെരുന്നാളിന് മുമ്പായി തന്നെ എല്ലാ ആളുടെയും കയ്യിൽ പണം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും തുടർന്ന് പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മസ്റ്ററിങ്. കഴിഞ്ഞ വർഷം മസ്റ്ററിങ് പൂർത്തിയാക്കാത്തത് കൊണ്ട് ഒരുപാട് ആളുകളുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മാസം 30-ാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, 2024-25 സാമ്പത്തിക വർഷത്തിൽ മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് മാത്രമാണ്. അല്ലെങ്കിൽ പെൻഷൻ മുടങ്ങിയതും പെൻഷൻ മസ്റ്ററിങ് കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് അറിയിപ്പുന്ന ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ പെൻഷൻ ലഭിച്ച ആളുകൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് തുടർന്നും പെൻഷൻ ലഭിക്കും. അക്കൗണ്ടുകളിലായിരിക്കും ആദ്യം പണം എത്തുക. അത് അടുത്ത ബുധനാഴ്ച വൈകിട്ടോടുകൂടി തന്നെ പണം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഈ മാസങ്ങളിൽ ഒരുപാട് ബാങ്ക് അവധിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പായി തന്നെ പെൻഷൻ എല്ലാ ആളുകളെയും കൈകളിലെത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. കുറച്ച് ആളുകൾക്ക് 1600, ബാക്കിയുള്ള ആളുകൾക്ക് 1300, 400 എന്നിങ്ങനെയായിരിക്കും ലഭിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്ന ആളുകൾക്കാണ് 1300, 400 ലഭിക്കുന്നത്. എന്നാൽ പല ആളുകൾക്കും കേന്ദ്രവിഹിതം ഇപ്പോൾ ലഭിക്കാറില്ല. ഒരുപാട് വർഷമായി അല്ലെങ്കിൽ ഒരുപാട് മാസമായി അവർക്ക് കേന്ദ്രവിഹിതം ലഭിച്ചിട്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, അവർക്ക് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്തത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നതാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അവർ ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ പെൻഷൻ പോർട്ടലിലുള്ള പേരും നമ്മുടെ ആധാർ കാർഡിലെ പേരും ഒന്നാണെന്നും ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കും. പെൻഷൻ്റെ ഗഡുക്കൾ ലഭിക്കുന്നതാണ്. ഇനി ഇപ്പോൾ ഈ മാർച്ച് മാസത്തെ കൂട്ടാതെ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷം നൽകില്ലെന്ന് സർക്കാർ ആദ്യം തന്നെ അറിയിച്ചിരുന്നു. അത് അടുത്ത മാസത്തോടു കൂടി 1 മാസത്തെ പെൻഷൻ്റെ കൂടെ ലഭിക്കുന്നതാണെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഏതായാലും അടുത്ത ബുധനാഴ്ചയോട് കൂടി തന്നെ മാർച്ച് മാസത്തെ പെൻഷൻ അവരുടെ കൈകളിലെത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. മുമ്പ് ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.